വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. ശരിക്കും പറഞ്ഞാൽ നമ്മളും ഇവരും നമ്മുടെ ഉയരെ ടീമും ഒരേപോലെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് അല്ലേ? അതെ. നമ്മൾ ഒരുപാട് നമ്മുടെ ഷോയിന് വേണ്ടി കുറെ കഷ്ടപ്പെടുന്നുണ്ട്, എഫേർട്ട് കൊടുക്കുന്നുണ്ട്, ഫ്രണ്ട്സ് ആണ്, ഫാമിലിയാണ് എന്ന് പറയുന്നവരാണ് നിങ്ങളുടെ ഒരു ജേർണി. ഏതു നമ്മുടെ ഈ ജേർണിയുടെ ഒരു സക്സസ്ഫുൾ യാത്ര, അതായത് റിലീസ് എന്ന് പറയുന്ന ഡേറ്റ് എന്നാണ്? ഓഗസ്റ്റ് 29. ഓഗസ്റ്റ് 29, അതായത് ഓണം എത്തുന്നതിന് ഓണം റിലീസ് അല്ലേ? അതെ. അത് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കും ഒരു ഓണം റിലീസ് ഉണ്ട്. നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ സിനിമ കാത്തിരിക്കുന്നോ എന്ന് പറയുന്ന പോലെ ഞങ്ങൾ ഇവിടെ ഒരു മെഗാ ചാർജ് ഈവന്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതായത് കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഈവന്റ് ഉത്രാട ദിനത്തിലാണ് ടെലികാസ്റ്റ് പോകുന്നത്. പക്ഷേ ഈ മെഗാ ഈവന്റിൽ ഇവിടെയുള്ള എല്ലാവർക്കും അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ സ്കിറ്റ് കളിച്ച്, അതായത് ഇന്ന് മുതൽ സ്കിറ്റ് കളിച്ച് പോകുന്ന ടീമുകളിൽ 50,000 രൂപ ലഭിക്കുന്നവർക്ക് മാത്രമേ ഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന ഈവന്റിൽ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു മണി സ്കിറ്റാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ കളിക്കാൻ പോകുന്ന ടീമിന് 50,000 കിട്ടുമോ ഇല്ലയോ എന്നൊന്നും നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമുക്കൊരാളുണ്ട്. ആരാന്നറിയോ? ഞങ്ങളുടെ സ്വന്തം ചാർജ് കൂട്ടൻ. പറഞ്ഞു അപ്പൊ തന്നെ എത്തിയല്ലോ. വെൽക്കം വെൽക്കം. സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും ചാർജ് വിടാം. എങ്ങനെയാണ് ഇന്ന് 50,000 ലഭിക്കുന്ന ടീം ഉണ്ടാവോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഷെജീറിന്റെയും വിഷ്ണുപ്രിയയുടെയും സ്കിറ്റ് കണ്ടാലോ? റെഡിയാണോ? ഓക്കെ, ബാറ്ററി ഓൺ ആക്കിക്കോളൂ. സ്കിറ്റും വരുന്നു. ദൈവമേ, ഞാൻ ഒളിച്ചോടി പോണേന്നുള്ള കാര്യം ഞാൻ തന്നെ ഓവർ ആക്ഷൻ കാണിച്ച് നാട്ടുകാരെ അറിയിക്കൂ. അച്ഛൻ വിളിക്കുന്നു, ഒന്ന് ഒളിച്ചോടാൻ സമ്മതിക്കൂല അച്ഛാ. ഹലോ, എന്താ അച്ഛാ? അച്ഛൻ ഞാൻ അടുക്കളയിലുണ്ട്. അച്ഛനെ ഓംപ്ലേറ്റ് വേണോ അല്ലെങ്കിൽ ബുൾസൈ വേണോ? ഓംപ്ലേറ്റ് മതിയാ? അച്ഛാ അച്ഛാ, ഞാൻ ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടേ, അച്ഛൻ വന്നാ മതിയേ. എന്റെ ദൈവമേ, അയ്യോ എന്റെ ചേട്ടൻ, അയ്യോ എന്റെ ചേട്ടൻ. അയ്യേ, ഇതെന്റെ ചേട്ടനല്ലട്ടാ. ദൈവമേ, അച്ഛന്റെ അടുത്ത് പോയി ആരെങ്കിലും പറഞ്ഞു കൊടുക്കോ, എവിടെ ഒന്ന് നിക്ക. മതി 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 മതി. ഇനി ഉമ്മ തന്നാലേ എന്റെ ചുണ്ട് ഡിസ്പ്ലേയിൽ ഒട്ടിരിക്കും. നീ വേഗം ഒന്ന് വന്നേടി, ഞാൻ അവിടെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കാണ്. ആ മറ്റേ കങ്കാരുന്റെ വേസ്റ്റ് ബിന്നില്ലേ, അതിന്റെ ഫ്രണ്ട് ഞാൻ ഇപ്പുണ്ട്. ഒന്ന് വേഗം വന്നേച്ചാ മതിട്ടാ. ഓക്കെ മോളെ, ഓക്കെ. ഇതാരാണ്? കങ്കാരുന്റെ പെണ്ണുമ്പിള്ളയാണ്. ഭയങ്കര രസം, നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല സുന്ദരി കുട്ടി പോലെ ഇരിക്കുന്നു. ഒന്ന് പിച്ച് നോക്കിയാലോ? കണ്ടുപിടിച്ചല്ലേ? എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഏതൊരു പെണ്ണിനെ പോലെ. എന്താണ് ഇവിടെ നിൽക്കുന്നത്? ഒരാള് ചുമ്മാ നിൽക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഇങ്ങനെ ആരും ചുമ്മാ നിൽക്കല. എന്താ കാര്യം പറ? ഇവിടെ അയ്യോ, തലറിങ്ങി വീണാ. ഇനിയിപ്പോ കൃത്രിമ ശ്വാസം കൊടുക്കേണ്ടി വരില്ല. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കൃത്രിമശ്വാസത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇതുവരെ പ്രാവർത്തികമാക്കിയിട്ടില്ല. ഞാൻ ആകെ കൂടി എന്റെ അച്ഛൻ വലിച്ചിരുന്ന മുറിവേടി മാത്രമേ ഈ ചുണ്ടിൽ തൊട്ടിട്ടുള്ളൂ. ഷൈൻ ചെയ്യും മോനെ. ഞാൻ ശ്വാസം വിട്ടാണ്. ഇത് കൃത്രിമ ശ്വാസം ഉണ്ടോ? നല്ല ശ്വാസം അറിയില്ല, മുറ്റു സാധനം വന്നേനെ. കഴിഞ്ഞ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ്? താൻ ഒളിച്ചോടാൻ വന്നാണല്ലേ? ആണോ? ഒരു ചെറിയ ഓട്ടം വരും, ഞാൻ ഒളിച്ചോടാൻ വേണ്ടി വന്നാണ്. ചേട്ടൻ വിളിച്ചോടാൻ വന്നേണ, ഞാൻ വിളിച്ചോടാൻ വന്നേ. ചേട്ടൻ 50 രൂപ, ഞാൻ 50 രൂപ. നമുക്ക് ഷെയർ ഇട്ട് ഓട്ടോയ്ക്ക് പോയാലോ? ഷെയറിട്ട് വെള്ളടിക്കുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട്, ഷെയറിട്ട് ഒളിച്ചോടുന്ന ആൾക്കാർ നമ്മൾ മാത്രമായിരിക്കും. അച്ഛൻ വിളിക്കുന്നു. ഹലോ, അച്ഛനും ഓംപ്ലേറ്റ് വേണ്ടേ? പൊറോട്ടെ? അച്ഛൻ 1 മിനിറ്റ് മാവേണ്ടാ നോക്കട്ടെട്ടാ. ചേട്ടാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുനിഞ്ഞിക്കോ. ആങ്ങളായിട്ട് കാണാൻ പാടില്ല. അത് ഗ്യാസ് ലീക്ക് ആയതാണ് അച്ഛാ. ശരി, എഴുന്നേറ്റോ. അതെ, ബ്രില്യന്റ് ആണ്. അല്ല, വിൽസന്റ് ആണ്. എന്താണ് അച്ഛന്റെ പേരല്ലേ? അതല്ല പറഞ്ഞത്, താൻ ഭയങ്കര ബ്രില്യന്റ് ആണെന്ന് പറഞ്ഞത്. അതെ, താനീ ഒളിച്ചോടുന്ന കാര്യം അച്ഛനറിഞ്ഞ പ്രശ്നമാവൂലേ? അച്ഛനറിയാ. ഇന്നാളെ എന്നെ പൊക്കി. അപ്പൊ അച്ഛൻ പറഞ്ഞെന്താന്നറിയോ? അച്ഛന്റെ അമ്മയുടെ മുഖത്ത് കരിവാരി തേക്കാനാ നിന്റെ ഉദ്ദേശമെങ്കിൽ ഇതുവഴി പൊക്കോണോന്ന്. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, ചൂട് കരിവാരി അച്ഛന്റെ അമ്മയുടെ മുഖത്ത് തേച്ചിട്ട് അതുവഴി അങ്ങ് പോയി. നല്ല മോളാണ്. വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? ഞങ്ങള് 4 പെൺമക്കളാണ്. മൂത്തത് ഡയാന, രണ്ടാമത്തെ എലീന, മൂന്നാമത്തെ ശ്രീവിദ്യ, 4ാമത്തെ വിഷ്ണുപ്രിയ, ഞാനാ. പോലെ ഗതി കേട്ട ഒരു അച്ഛൻ വേറെ ഉണ്ടാവൂല.
ലോകത്തുള്ള എല്ലാ അബദ്ധങ്ങളും ആ വീട്ടിലുണ്ട്. ഇത് അച്ഛനോട് പറയണം വീട്ടിലൊരു തത്തയെ മേടിച്ച് വളർത്താനായിട്ട്. എന്തിനാണ്? അല്ല, വീട്ടിലുള്ള 4 കിളി പോയതാണ്, ഒരു കിളിയെങ്കിലും വീട്ടിൽ ഉണ്ടാവട്ടെ എന്ന് കരുതി പറഞ്ഞതാണ്. ചേട്ടനെന്തിനാ ഞങ്ങൾ അങ്ങനെ പറയണേ? അത് കൊള്ളാം. ഈ ഡയാൻ എങ്ങനെ കല്യാണം കഴിച്ചത്? പ്രേമിച്ച്. എലീൻ എങ്ങനെ കല്യാണം കഴിച്ചത്? പ്രേമിച്ച്. ശ്രീവിദ്യ എങ്ങനെ കല്യാണം കഴിച്ചത്? പ്രേമിച്ച്. താൻ എങ്ങനെ കല്യാണം കഴിക്കുന്നത്? പ്രേമിച്ച്. അതാണ് പറഞ്ഞത്. ഇപ്പൊ താനൊരു പെണ്ണാണ്. ആണാണോ? അല്ല, പെണ്ണാണെന്ന്. തന്നെ പോലുള്ള പെണ്ണുങ്ങള് എന്നെ പോലുള്ള ആണുങ്ങളെ കണ്ടുപിടിക്കണം. എനിക്കൊക്കെ അല്ലേ നാട്ടിൽ നല്ല പേരാണ്. എന്ത് പേര്? എന്നെ നാട്ടിൽ വിളിക്കുന്ന അറിയുമോ? എന്താണ്? ഇലക്ട്രിക് സ്കൂട്ടർ എന്നാണ്. അതെന്താ? ഞാൻ പോണതും വരുന്നത് ഒരു മനുഷ്യനെ അറിയില്ല. എന്നോട് പറയുന്നത് ഞാൻ അതല്ല പറഞ്ഞത്. ഇപ്പൊ താൻ ഒളിച്ചോടി കഴിയുമ്പോ തന്നെ കുറിച്ചുണ്ടല്ല നാട്ടുകാരല്ലേ ഭയങ്കര കുശുകുശുപ്പായിരിക്കും. എന്ത് കുശുകുശുപ്പ്? അശ്ശി. എന്താ ഇവിടെ കുശുകുശുപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ കുത്തിരിപ്പെന്നാണ് പറഞ്ഞത്. ഓരോരോ നാട്ടിലെ വളി വളിപ്പേ. അപ്പൊ താൻ നാളെ ഒളിച്ചോടി കഴിഞ്ഞാൽ നാളെ തന്റെ അമ്മക്കാരെയും അത് കണ്ട് നാട്ടിൽ അരിച്ചിരിക്കും. ആ സമയത്ത് നിന്റെ അച്ഛനുണ്ടല്ല വീട്ടില് സ്കിറ്റ് പൊളിഞ്ഞ ആർട്ടിസ്റ്റിനെ പോലെ ഊച്ചു കുത്തിരിക്കും. ഞാൻ ചെന്നില്ലെങ്കിൽ കണ്ടന്റ് കിട്ടാത്ത ഗ്രൂമറെ പോലെ ഒരു പ്രാന്തനെ പോലെ എന്റെ ചേട്ടൻ അലഞ്ഞു നടക്കും. അപ്പൊ ഈ ചേട്ടന്റെ പേരെന്താണ്? പേരെന്തായിരുന്നു? പേരില്ല രാജ്യത്തെ അനിയൻകുട്ടൻ. എനിക്കറിയാവുന്ന പേര് മറക്കുന്നു, അതുകൊണ്ടല്ലേ ഞാൻ പാട്ട് പാടി ഫില്ല് ചെയ്തത്. അതാ ഞാൻ പറഞ്ഞത്, അവൻ എനിക്കും വേണം. ഞാനില്ലേ അവന്റെ കൂടെ പോണം. ഞാനൊരു ടെസ്റ്റ് ശിശുവാ. താൻ കൊള്ളട്ടോ, താൻ ഭയങ്കരാണ്. എന്ത്? മറ്റൊരുത്തിന്റെ കൊച്ചിനെ വെച്ചിട്ട് ആ പാഞ്ചക്കര പറ്റിക്കാൻ വേണ്ടി പോകണല്ലേ? എന്താണ് പറയണത്? ടെസ്റ്റ് ട്യൂബ് ശിശു എന്ന് പറഞ്ഞു. അല്ല ചേട്ടാ, നമുക്ക് ഈ ഒരു വാക്ക് പറയുമല്ലോ നമ്മുടെ. അത് പ്രസ്റ്റീജ് ഇഷ്യൂ. അയ്യോ അച്ഛൻ വിളിക്കണേ. തന്റെ അച്ഛനല്ല എന്റെ അച്ഛനാണ്. ആ തന്റെ അച്ഛ. അയ്യോ തന്റെ അച്ഛനല്ല എന്റെ അച്ഛ. ഇല്ലല്ലേ ഞാൻ പെട്രോൾ പമ്പിൽ നിൽക്കാണ്. വിശ്വാസായില്ലേ? 1 മിനിറ്റ് പെട്രോൾ പമ്പ്. ഡീസൽ. വിശ്വാസായ? ശരിയാണ്, ബൈക്കിനകത്ത് ഡീസലിലെ പെട്രോൾ ആണല്ലേ. എന്റെ ചേട്ടാ പെട്രോളാണ്. പെട്രോൾ. ഇപ്പൊ വിശ്വാസായ? ഞാൻ സത്യമാണ് പറഞ്ഞു. മണ്ണെണ്ണ. മണ്ണുണ്ണി, ഞാൻ പെട്രോൾ പമ്പിലാണ് നിൽക്കാൻ, റേഷൻ കടയിലല്ല. ഞാൻ കയറ്റി വെച്ചേണ്. അച്ഛൻ ഞാൻ വന്നോളാം. അച്ഛൻ ഫോൺ വെച്ച് പോകാവാ. അല്ല പിന്നെ അയ്യോ അച്ഛൻ വിളിക്കണ്. ഞാൻ പറഞ്ഞില്ല ഡീസൽ കയറി, പിന്നെ എന്താ വിളിക്കുന്നത്? തന്റെ അച്ഛനല്ല എന്റെ അച്ഛനാണ്. അച്ഛാ ഞാനച്ചാ കടയിൽ വന്നേക്കണേ ഉള്ളി മേടിക്കാൻ. 1 മിനിറ്റ് അച്ഛാ ഒന്ന് ഗൂഗിൾ പേ ചെയ്തോട്ടെ. 50 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നന്ദിയുണ്ടേ. ഞാനിപ്പോ വരാട്ടാ. നമ്മള് തമ്മിൽ ഭയങ്കര ടെക്നിക്കാണല്ലേ. ചേട്ടൻ എങ്ങനെയാണ് പ്രേമിച്ചത്? എന്റെ പ്രേം എന്ന് പറഞ്ഞ വലിയൊരു കഥയാണ്. അതായത് എനിക്കൊരു സ്ഥാപനമുണ്ട്. ഈ സ്ഥാപനത്തിൽ ഒരു ദിവസം മഞ്ഞ ചുരിദാർ ഇട്ടുകൊണ്ട് ആ പെണ്ണ് സ്ഥാപനത്തിലേക്ക് കയറി വന്നു. അന്ന് അവള് കയറി വന്നതേ സ്ഥാപനത്തിലേക്കല്ല, എന്റെ മനസ്സിലേക്കാ. ഇത്രക്ക് റൊമാൻറ്റിക് ആയിട്ടുള്ള സ്ഥാപനം ചേട്ടാ. ബസ് സ്റ്റാൻഡിന് പുറകെയുള്ള കംഫർട്ട് ഈ ശൗചാലയല്ലേ. തനിക്കൊരു കാര്യം അറിയാമോ? ഇപ്പൊ 2ന്റെയും 5ന്റെയും തൊട്ട് കാണുമ്പോ അവളുടെ ചിരിച്ച മുഖമാണ് എനിക്ക് ഓർമ്മ. പിന്നെ ഞങ്ങളുടെ പ്രണയത്തിന്റെ സുഗന്ധം ഇപ്പോഴാണ് അടിച്ച് നടക്കല്ലേ. പ്രണയ സുഗന്ധം. അല്ല ചേട്ടാ, ഈ 5 10 കിട്ടിട്ട് ചേട്ടന്റെ കാര്യം നടക്കും. വേറെ എന്തെങ്കിലും ബിസിനസ് നോക്കി. വേറെ ബിസിനസ് തുടങ്ങാം. ഇപ്പൊ ഞാനൊരു മൊബൈൽ ഷോപ്പ് തുടങ്ങിയെന്ന് വിചാരിക്കാം. പുതിയ മോഡൽ മൊബൈൽ ഷോപ്പ് വന്നു കഴിഞ്ഞാൽ അത് പൊളിയോ? ഞാനൊരു കാർ ഷോറൂം തുടങ്ങി തരിക. പുതിയ മോഡൽ കാർ വന്നാൽ അതും പൊളിയോ? പക്ഷെ ഒരിക്കലും പൊളിയാത്ത ബിസിനസ് ആണ് കംഫർട്ട് സ്റ്റേഷൻ. അതിന് മോഡൽ മാറ്റില്ലല്ലോ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇപ്പൊ പല സ്ഥാപനങ്ങളിലും ഓണത്തിനും വിഷുവിനൊക്കെയാണ് ഓഫർ. എന്റെ സ്ഥാപനത്തിൽ എല്ലാ ദിവസവും ഓഫറാ. 2 എടുത്താൽ 1 ഫ്രീ, 2ന് പോയാൽ 1 ഫ്രീ. ഹലോ മോളെ, ഇല്ല ഞാൻ നിനക്ക് ഇഷ്ടപ്പെട്ട മഞ്ഞ ചുരിദാർ എടുത്തോണ്ട് നിക്കാണ്. എത്രയും പെട്ടെന്ന് വാ. എത്തൂലേ കുട്ടി? എത്തൂലെന്ന്. ചുരിദാറായിരിക്കും വലിച്ചു കയറ്റാൻ പറ. ചേട്ടാ ഈ സമയത്ത് ഒരു ഫോൺ കോൾ വരേണ്ടതാണല്ലോ. എടാ നീ എവിടെയാണ്? എന്താണ് ഈ പറയണത്? എടാ ദുഷ്ട, നീ ഒരു കാലത്ത് നന്നാവൂലടാ. ക്ലൈമാക്സ് ആവറായി അതിന്റെ. പറ്റിച്ചല്ലേ? ആ അതെ. ഒരു കാര്യം. എന്താ പറയാ വന്നേ? പറയണമെന്നുണ്ടായിരുന്നു, മറന്നുപോയി. ഞാൻ എന്താ പറയണെന്ന് വിചാരിച്ച് മറന്നുപോയി. പോയിക്കോട്ടെ. അല്ല എത്ര തവണ പറഞ്ഞതാ അവൻ എന്നെ തേച്ചെന്ന്. ഒന്ന് വിളിക്കായിരുന്നില്ലേ? പൊട്ടി, സ്കിറ്റ് പൊട്ടി. അല്ല പൊട്ടി, ഞാൻ പൊട്ടി. കുട്ടി 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 വരുന്നില്ല. എന്തോ മറന്നുപോയെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ഓർമ്മ വന്നു. എന്താ വേഗം പറഞ്ഞോ, ഇനി മറന്നോണേ മുന്നേ. അതാ പ്രശ്നം. എന്താ? മറന്നുപോയി. എന്നാൽ എന്തായിരുന്നു മറന്നുപോയത്? കിട്ടി കുട്ടി.
നല്ല ചിരിക്കാൻ പറ്റിയ ഒരു സംഭവമായിരുന്നു. നന്നായിട്ട് നമ്മൾ ചിരി. അതെ, ഒരുപാട് ചിരിയായിരുന്നു. പക്ഷേ ഈ ചിരിയുടെ ഒക്കെ കാര്യം പറയുമ്പോഴാണ് നിങ്ങളുടെ സിനിമയും എനിക്ക് തോന്നുന്ന ഒരു റൊമാൻറ്റിക് കോമഡി മൂവി ആണോ? അതെ അതെ. ആഹാ, പടം വരുമ്പോ കാണാം. കറക്റ്റ്. പടം വരുമ്പോ കാണാം. ഓഗസ്റ്റ് 29 പടം റിലീസ് ആവുന്നത്. നമുക്കൊക്കെ ടിക്കറ്റ്സ് എടുക്കണം. അപ്പൊ അന്ന് നമുക്ക് കാണാം. എനിവേസ്, നിങ്ങളുടെ പെർഫോമൻസിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ചേച്ചി ഏത് തമാശയിൽ നമ്മൾ തുടങ്ങും? ഫുൾ ബ്ലോക്ക് ബസ്റ്റർ. അതെ, ഷജീർ ആൻഡ് വിഷ്ണുപ്രിയ നല്ലൊരു എനർജിയാണ്. സ്ക്രിപ്റ്റ്, ടൈമിംഗ്, ക്ലാരിറ്റി, സ്റ്റോറി എല്ലാം കറക്റ്റ് ആയിട്ട് അത് അതിൻ്റെതായ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ നന്നായി നോക്കിയിട്ടുണ്ട്. നല്ല ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. വിഷ്ണുപ്രിയ, യു ആർ സോ ഗുഡ്, ഓസം. But I love you. അവരെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മൊക്കെ കൊടുക്കാനുള്ള സീനല്ലേ? കടിക്കാൻ തോന്നുന്നു. ഫോൺ വഴിക്ക് പാസുകൾ ഞങ്ങൾക്ക് വരെ കടിയാ. ഇത്രയും സന്തോഷത്തോടുകൂടി കടിവാങ്ങ പറഞ്ഞ ഒരാളുടെ ഞാൻ ആദ്യം. അതെ അതെ. തലേ കടിക്കല്ലേ പാട്. അയ്യോടാ. ചുമ്മാ ഫേസ്ബുക്കിൽ കട്ടിയ ഒരു സാധനം കൂടി ആയി. ഞാൻ പറയാൻ വരുന്നു. അതായത് ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ശ്വേത മേനോൻ പ്രതികരിച്ചത് കടിയിലൂടെ. She's genuinely, I bit her so hard. Yeah. സത്യം നല്ല, she's so good, yeah. അടിപൊളി. Superb. ഗംഭീരമായിട്ട് പ്രാക്ടീസ് ചെയ്തു. ഈ പ്രാക്ടീസ് ചെയ്തതിന്റെ ഒക്കെ ഒരു ഗുണം ഈ പറയുന്ന പോലെ നമ്മുടെ മെഗാ ഈവന്റിന് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഏകദേശം അത് കാണും. അറിയാനുള്ളൊരു ടൈം ആയിരിക്കുകയാണ് അല്ലെ? അവിടെ ആരില്ല, നമുക്ക് സജിറയുടെ നമുക്ക് വിഷ്ണുപ്രിയെ കണ്ടില്ല. സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കര. എനിക്ക് ലാലേട്ടന്റെ ഓർമ്മ വന്നു. കുട്ടി ആദ്യമായിട്ട് കറക്റ്റ് ടൈമിൽ മ്യൂസിക് കിട്ടും. ഈ ഒരു ആഘോഷം ഗംഭീരാക്കാൻ വേണ്ടി നിങ്ങൾക്കുള്ള ടിക്കറ്റ് റെഡിയാക്കാൻ വേണ്ടി ഒരാളും കൂടെ വരുന്നുണ്ട്. അതാരാണ്? നമുക്ക് ഒരുമിച്ച് വിളിക്കാം. 1, 2, 3. ചാർജൂട്ടാ. ചാർജൂട്ടാ, നമ്മള് വിചാരിച്ച പോലെ തന്നെ നമ്മുടെ ടീം റെഡി ആയിരിക്കാണ്. അപ്പൊ ചാർജ് ഓണായി തന്നെ നിന്നു. ഇവരുടെ അടുത്ത് ബസ്സിൽ അമർത്താൻ പറയട്ടെ? അറിയാലോ, ഇനി നിങ്ങൾ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ആവാണ്. അതെ, എങ്ങോട്ടേക്കാ കൊണ്ടുപോകുന്നതെന്ന് പറയണ്ടേ? നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജിലേക്കുള്ള എൻട്രി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. രണ്ടുപേരും കൂടെ ചേർന്നതായി ബസ് ഇറങ്ങാൻ അമർത്തിക്കോളൂ. ഉച്ചക്കിട്ടു അടി. കൺഗ്രാറ്റുലേഷൻസ്, എൻട്രി ഗ്രാൻഡഡ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ ടിക്കറ്റ് ഒക്കെ കിട്ടി. ഇനി അങ്ങോട്ടേക്ക് പറക്ക, അവിടെ ചെല്ലാം, നമ്മൾ അടിച്ചു പൊളിക്കും. ഇതിലും വലിയ വലിയ സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് അവിടെ ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പൈസ കൊടുക്കണ്ടേ? യാ സോറി, ദാ.